കണ്ടിന്യൂ ചെയ്യാം. കാണുന്നുണ്ടോ? ഹലോ, സ്ക്രീൻ ഷെയർ കാണുന്നുണ്ട്. ഓക്കെ. നമ്മള് എവിടെ വരെയാണ് എടുത്തത്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അല്ലേ? ഹീസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ സംസാരിച്ചു. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത മോഡൽസിന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ബോർ മോഡലിനാണെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? ഹൈഡ്രജന്റെ അല്ലാതെ ബാക്കിയൊന്നും ഇന്ത്യ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നതിന് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ബോർ മോഡലിന് എതിരായിട്ടാണ് പോകുന്നത്. അപ്പൊ അത് നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് തിയറി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു തിയറി ആയിട്ട് കൊണ്ടുവന്നൊരു മെക്കാനിക്കൽ മോഡൽ, ആറ്റോമിക് മോഡലാണ് എന്ത്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അതായത് ക്വാണ്ടൈസ്ഡ് ആണ് എല്ലാം, അല്ലെ? ക്വാണ്ടം മെക്കാനിക്സിൽ എല്ലാം ക്വാണ്ടൈസ്ഡ് ആണ്, എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഒരു വാല്യൂ ഉണ്ടാവും, സെർട്ടൻ വാല്യൂ ഉണ്ട്, അതിനെ ക്വാണ്ട എന്ന് പറയും, ഏറ്റവും ചെറിയ വാല്യൂ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ബേസിക്കലി തിയററ്റിക്കൽ സയൻസ് ആണ്. കുറെ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ സയൻസ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സിനെ നമ്മൾ രണ്ട് രീതിയിലും ട്രീറ്റ് ചെയ്യും. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസും വേവ് ലൈക്ക് പ്രോപ്പർട്ടീസും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഷ്രോഡിഞ്ചർ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലേറ്ററിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ, ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയും, അത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോ ഈ ഈക്വേഷനിൽ അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ ഉണ്ടാവും, സൈ എന്ന് പറയും. ഇതിനെ ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചാല് ആ ഇലക്ട്രോണിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ആ വേവ് ഫംഗ്ഷനിൽ ഉണ്ടാവും. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ സൈ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ ആണ്, ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതില് ആ ഫംഗ്ഷനിൽ എല്ലാ ഇൻഫർമേഷൻ ഉണ്ടാവും ഇതിനെ കുറിച്ച്, ഒരു ഇലക്ട്രോണിനെ കുറിച്ച്, ഒരു സെർട്ടൻ ഇലക്ട്രോണിനെ കുറിച്ചുള്ള. അപ്പൊ അതിന്റെ എനർജി, അത് എത്ര എനർജി ഉണ്ട് ഇലക്ട്രോണിന്, പൊസിഷൻ, ഏത് ഓർബിറ്റലിലാണ്, ഓർബിറ്റൽ, അതേപോലെ വെലോസിറ്റി, എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. പക്ഷെ ആ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ഇനി ഇതിൽ എല്ലാ ഇൻഫർമേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക? അതാണ് ഇമ്പോർട്ടന്റ്, അല്ലേ? ഹലോ, ഇപ്പോ സപ്പോസ് നമ്മളിപ്പോ ചന്ദ്രനിൽ പോകുന്ന പറയാം. ചന്ദ്രനി വെറുതെ പോയത് കൊണ്ട് നമുക്ക് അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തണം, അല്ലേ? ഹലോ, അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ വെള്ളം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ അവിടുത്തെ ഗ്രാവിറ്റി, അവിടുത്തെ പ്രഷർ എല്ലാം ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് അതിന് പ്രത്യേകിച്ച് ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് വേണം, അല്ലെ? അപ്പോ നമ്മൾ സൈ എന്ന ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള എനർജി, പൊസിഷൻ, ഓർബിറ്റലൊക്കെ ആ വാല്യൂസ് അറിയണമെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. അതിന് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം. ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ എനർജി ഓപ്പറേറ്റർ, പൊസിഷൻ ഓപ്പറേറ്റർ ഉണ്ടാവും, ഓർബിറ്റൽ ഓപ്പറേറ്റർ ഉണ്ടാവും, വെലോസിറ്റി ഓപ്പറേറ്റർ. അപ്പോൾ ഇതിനെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ന്യൂക്ലിയസ്, ഇതിങ്ങനെ ഒരു ഓർബിറ്റ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർട്ടൻ പോയിന്റിൽ ഇലക്ട്രോണിനെ
കണ്ടുപിടിക്കാനുള്ള ഇലക്ട്രോൺ അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അത് സൈ സ്ക്വയർ ആണ്. നമ്മൾ പറഞ്ഞു സൈ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല അല്ലെ? പക്ഷെ സൈ സ്ക്വയർ, സൈ മോഡുലസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് എന്താണ് സിഗ്നിഫിക്കൻസ്? പ്രോബബിലിറ്റി ഡെൻസിറ്റി. അതായത് ഒരു പോയിന്റിൽ ഇപ്പൊ ഞാൻ സൈ ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ ആ പോയിന്റിൽ ആ ഇലക്ട്രോണിനെ ഒരു അവിടെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഇനി അടുത്തത് ഇനി ഓർബിറ്റൽ എന്താന്ന് പറയാം. അപ്പൊ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്ര നേരം നമ്മൾ ഷെല്ലുകളെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഒരു വട്ടത്തിൽ ഒരു n=1 2 3 എന്നൊക്കെ. ഓക്കെ, ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3D സ്പേസ് ആണ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇപ്പോ 2D അല്ലല്ലോ കാര്യങ്ങൾ. അതായത് നമ്മൾ പേപ്പർ വരയ്ക്കുമ്പോൾ 2D വരയ്ക്കും അല്ലെ? പക്ഷെ ശരിക്കും എങ്ങനെയാണ്? ന്യൂക്ലിയസിന്റെ ചുറ്റും ഒരു ബോൾ പോലെ, ഒരു സ്ഫിയർ പോലെ ചുറ്റും കറങ്ങാം അല്ലെ? ഹലോ, ഒരു ബോൾ പോലെ ചുറ്റും കറങ്ങാം. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D സ്പേസ് ആണ്. ആ 3D സ്പേസിന്റെ പ്രത്യേകത എന്താ? ആ 3D സ്പേസ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ഒരു സെർട്ടൻ എനർജി, ഒരു ഗിവൺ എനർജി അല്ലെങ്കിൽ ഒരു നമ്മൾ സ്പെസിഫൈ ചെയ്തൊരു എനർജി ഉള്ള ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി മാക്സിമം ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് കടന്നു പോകുന്നത് ഈ ഇതിലൂടെ അല്ലേ? ആ സ്പേസ് ആണ് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ അല്ല, ഒരു സ്പേസ് ആണത്. ഓക്കെ, അപ്പൊ അത് പല ഷേപ്പ് ആവാം, സ്ഫിയർ ആവാം, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു സ്പേസ്. അപ്പൊ അതെങ്ങനെയാണ് മാറുന്നത്, ഷേപ്പ് മാറുന്നതെന്നൊക്കെ നമ്മൾ ഇനി ഇതില് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ അതായത് ഓരോ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് അല്ലെ? അപ്പോ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൊക്കേഷൻ, എനർജി, ടൈപ്പ് ഓഫ് ഓർബിറ്റൽ, ഷേപ്പ്, ഓറിയന്റേഷൻ ഇതൊക്കെ അറിയാനുള്ളതാണ്. 3 ക്വാണ്ടം നമ്പേഴ്സ്, ഒന്ന് പ്രിൻസിപ്പൽ, മറ്റൊന്ന് അസിമോത്തൽ, ഇതൊന്ന് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇത് മൂന്നും നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഷ്രോഡിഞ്ചർ ഈക്വേഷനിൽ നിന്ന്. അതായത് 5NLM. N എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. L എന്താണ്? അസിമോത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, M എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പൊ ഈ 3 നമ്പേഴ്സ് നമ്മൾ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അതായത് ഈ 5ൽ നിന്നാണ് ഡയറക്റ്റ് എടുക്കുന്നത്. ഇനി 4ാമത്തെ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, പിന്നെയാണ് വന്നത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആദ്യത്തെ ക്വാണ്ടം നമ്പർ എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ സ്മോൾ n എന്ന് എഴുതും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഈ ഈക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അതിന്റെ വാല്യൂ കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാവാം? ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത്? ക്ലിയർ ആണോ? ഹലോ ഒന്നുകൂടെ പറയോ? ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയാ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത്. അതായത് ഓരോ ഷെല്ലിനും ഓരോ എനർജി ഇല്ലേ? അതായത് ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പൊ ആ എനർജി ഉള്ള ആറ്റംസ് മാത്രമാണ് ആ ഷെല്ലിൽ ഉണ്ടാവുക. അപ്പോ ബേസിക്കലി ഈ N എന്താ നമ്മളോട് പറയാ? ആ ഇലക്ട്രോണിന്റെ എനർജിയാണ് പറയാ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ അഫ്ന? മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞോളൂ. ഈ ഭാഗമൊക്കെ നല്ല ടഫായിട്ടുള്ള കാര്യമാണ്.
ക്വാണ്ടം ഈ മെക്കാനിക്സ്. ഷെല്ലിന്റെ നമ്പേഴ്സ് ആണോ? ഷെല്ല്, ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളതെന്നാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മളോട് പറയാം. അപ്പൊ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട് അതിനെ 1, 2, 3, 4 എന്നൊക്കെ. അപ്പൊ ഈ ഷെല്ല് നമ്മളോട് എന്താ പറയാ, ഏത് എനർജിയാണ് അല്ലെ, എത്ര എനർജി ഉണ്ടെന്ന്. കാരണം ഷെല്ല് എന്ന് വെച്ചാൽ എനർജി അനുസരിച്ചല്ലേ, ഒരു ഷെല്ലില് എനർജി സെയിം അല്ലേ ഷെല്ലിൽ എല്ലാ ഭാഗത്തും. ഓക്കെ, അപ്പോൾ എന്നിന് വാല്യൂ എന്തൊക്കെയാണ്? 1, 2, 3, 4, 5. അതായത് 1 തൊട്ട് ഇങ്ങനെ കൂടി പോകും അല്ലെ. ഓക്കെ, അപ്പൊ ഈ നമ്പർ n നമ്മൾ സ്പെക്ട്രത്തിൽ നേരത്തെ പറഞ്ഞില്ലേ മെയിൻ ലൈൻസ് ഏതൊക്കെയാണ്? ലൈമാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കാം. ലൈമാൻ, ബാമർ, ഇത് കണ്ടോ, ഇതാണ് മെയിൻ ലൈൻസ് അല്ലെ. ലൈമാൻ, ബാമർ, ഇവിടെ കണ്ടോ ഈ n = 1, 2, 3 എന്നൊക്കെ. ഈ n നമ്മളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, അപ്പോ ഈ മെയിൻ ലൈൻസിനെ ലൈമാൻ, ബാമർ, പാഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഈ n ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എനർജി മാത്രമല്ല, ഇത് നമുക്ക് വേറെ എന്തോ കൂടി പറഞ്ഞു തരും, ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. കാരണം ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സിമെട്രി ഫിക്സ്ഡ് ആയിരിക്കുമല്ലോ. ഹലോ, എനർജി അനുസരിച്ചല്ലേ ഡിസ്റ്റൻസ്. അപ്പോ എന്നിന്റെ വാല്യൂന്ന് നമുക്ക് ആവറേജ് ഡിസ്റ്റൻസും മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഒന്ന്, മെയിൻ ലൈൻസ് ഓഫ് സ്പെക്ട്രം, ഷെല്ല്, പിന്നെന്താ, ആവറേജ് ഡിസ്റ്റൻസ്. അപ്പൊ എന്നിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഡിസ്റ്റൻസും കൂടുതലായിരിക്കും അല്ലേ. ഹലോ, ഏറ്റവും അടുത്തുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് 1. ഹലോ, അഫ്ന കേൾക്കുന്നുണ്ടോ? അഫ്ന, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് വാല്യൂ, എന്നിന്റെ വാല്യൂ കൂടുന്തോറും ഡിസ്റ്റൻസ് കൂടും അല്ലെ ന്യൂക്ലിയസിൽ നിന്ന്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇത് എനർജി ഡിറ്റർമൈൻ ചെയ്യും അല്ലെ. ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹൈഡ്രജനിലേക്ക് ആറ്റംസിൽ എനർജി ഡിറ്റർമൈൻ ചെയ്യും. അതായത് ഇലക്ട്രോൺ ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ഈ n അനുസരിച്ചുള്ള വാല്യൂ ആണ് എനർജി. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണെങ്കിൽ അതിന്റെ വാല്യൂ എനർജി എന്തിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക? എന്നിൽ. ഓക്കെ, അപ്പോ ഓർഡർ ഓഫ് എനർജി എങ്ങനെയായിരിക്കും? 1ന്റെ എനർജി ലെസ് ദാൻ 2ന്റെ എനർജി, ലെസ് ദാൻ 3ന്റെ എനർജി, ലെസ് ദാൻ 4ന്റെ എനർജി, ലെസ് ദാൻ 5ന്റെ എനർജി. അപ്പൊ ഇത് കൂടുന്തോറും എനർജി കൂടി കൂടി വരും അല്ലെ. ഹലോ, ഹലോ, ഏത് കൂടുന്തോറാണ് എനർജി കൂടി വരിക? എന്നിന്റെ നമ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനും എനർജി n മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇനി മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ് ആണെങ്കിൽ അവിടെ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രിൻസിപ്പൽ നമ്പറും ഉണ്ട്, അസിമോത്തൽ ക്വാണ്ടം നമ്പറും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അസിമോത്തൽ ക്വാണ്ടം നമ്പർ എന്താന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു ഷെല്ലില് ഉണ്ടാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2n². ഹലോ, 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 ഒരു ഷെല്ലില് മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് 2n². അപ്പൊ n = 1 ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ പറ്റും? 2 അല്ലെ. n = 2 ആണെങ്കിലോ എത്ര ഇലക്ട്രോൺ പറ്റും? ഹലോ, എത്ര പറ്റും? n = 2 ആണെങ്കിൽ 2n² എത്ര?
പറയൂ. 4 അല്ലേ? 2n സ്ക്വയർ 8 അല്ലേ? 3 ആണോ? 8. n സ്ക്വയർ എത്ര? 4. 4 into 2 8. ആ ഓക്കെ. അപ്പൊ നമുക്കിനി അസിമോത്തൽ കോണ്ടന്റ് നമ്പറിലേക്ക് പോവാം. അസിമോത്തൽ കോണ്ടന്റ് നമ്പർ എന്താന്ന് നോക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ് n. അസിമോത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ l, സ്മോൾ l. ഇതിനെ നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ സബ്സിഡറി കോണ്ടന്റ് നമ്പർ എന്നും പറയും. ഓക്കെ. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റത്തിനെ പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സെയിം ഷെല്ലിന്റെ ഉള്ളിൽ, അതായത് n ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഒരു ഷെല്ലല്ലേ. അപ്പൊ ആ ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ അവിടെ സബ് ഷെൽസ് ഉണ്ട്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ സബ് ഷെൽസ് ഉണ്ട്. അപ്പൊ ഈ സബ് ഷെല്ലിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഫൈൻ ലൈൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ചെറിയ അടുത്തടുത്തുള്ള ലൈൻസ്, ഈ ലൈമാനും ബാമറും പാഷനും അല്ലാതെ ഇടയിലുള്ള ചില ജംസ് ഉണ്ട്, ഇലക്ട്രോണിക് ജംസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഈ സബ് ഷെൽസ് വഴി പറ്റും. അപ്പോ എങ്ങനെയാണ് സബ് ഷെൽസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അസിമോത്തൽ കോണ്ടന്റ് നമ്പർ എന്തൊക്കെയാ നമ്മളോട് പറയാം? ഒന്ന്, നമ്പർ ഓഫ് സബ് ഷെൽസ്, അതായത് ഷെല്ലിൽ എത്ര സബ് ഷെൽസ് ഉണ്ട്. ഓക്കെ. അടുത്തത്, ഇത് ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റർ ആണല്ലോ. അപ്പോ ആംഗുലർ മൊമെന്റം, ആ സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം എത്രയാന്ന് പറയും. ഓക്കെ. അടുത്തത് എന്ത് പറയാൻ നോക്കാം. അടുത്തത് ആംഗുലർ മൊമെന്റത്തിനൊപ്പം ഷേപ്പ് പറയും. എന്താണ് ആ സബ് ഷെല്ലിന്റെ ഷേപ്പ്? ഓക്കെ. ഇനി അടുത്തത് റിലേറ്റീവ് എനർജീസ്. ഈ സബ് ഷെല്ലിന്റെ റിലേറ്റീവ് എനർജീസ്, അതായത് ഒരു ഷെല്ലിൽ തന്നെയുള്ള സബ് ഷെൽസിന്റെ എനർജി ഡിഫറൻസ് എന്താണെന്നും പറയും. ഓക്കെ. നമുക്ക് നോക്കാം. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 to n-1. അപ്പോ ഫസ്റ്റ് ഷെല്ലില് എത്ര സബ് ഷെല്ല് ഉണ്ടാവും? 0 അല്ലെ? 0-ഉം 1-1-ഉം 0 തന്നെയല്ലേ? ഹലോ. അടുത്തത് n ഈക്വൽ ടു 2 ആവുമ്പോൾ എത്ര സബ് ഷെല്ല് ഉണ്ടാവും? 2, 0-ഉം 1-ഉം. ഹലോ. ഹലോ, ഒന്നുകൂടെ പറയോ? സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ n ഈക്വൽ ടു 2, അതായത് സെക്കൻഡ് ഷെല്ലില് n ഈക്വൽ ടു 2 ആവുമ്പോൾ എത്ര സബ് ഷെല്ല് ഉണ്ടാവും? 1, 0 അല്ലെ? പിന്നെ n-1 എത്രയാ? 1. അപ്പോ 0-യും 1-ഉം. 0,1 ആണ്. ഹലോ, 0,1 ആണ്. 0-യും 1-ഉം. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ സബ് ഷെല്ല് മൂന്നാമത്തെ ഷെല്ല് n ഈക്വൽ ടു 3 ആവുമ്പോൾ 0, പിന്നെ n-1 എത്രയാണ്? 2 അല്ലേ? 2, പിന്നെ അതിൻ്റെ ഇടയിലുള്ള 1. അടുത്തത് ഫോർത്ത് ഷെല്ല് ആവുമ്പോൾ 0, പിന്നെ 1, 2, 3 വരെ. 3 വരെ എന്തുകൊണ്ട് എടുക്കുന്നത്? 4-1, 3. ഓക്കെ. ഇനി നമുക്ക് ഈ എല്ലിന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇതിന് സബ് ഷെല്ലിന് ഓരോ ഇത് കൊടുക്കാം, പേര് കൊടുക്കാം. ഓക്കെ, ഓരോ ലെറ്റേഴ്സ്. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ L 0 ആവുമ്പോൾ അതിനെ നമ്മൾ S എന്ന് പറയും. L 1 ആകുമ്പോഴോ P. L 2 ആകുമ്പോൾ D.
3 ആകുമ്പോൾ എഫ്, അതേപോലെ 4 ആകുമ്പോൾ ജി, എച്ച് ആകുമ്പോൾ 5 ആകുമ്പോൾ എച്ച്. ഇനി എസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ്ഡ്, എഫ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ. ഓക്കെ, ഇനി ഓരോ സബ് ഷെല്ലിലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഷെല്ല് L ഈക്വൽ ടു 0 മാത്രമല്ല, അപ്പൊ ഏത് സബ് ഷെല്ലുള്ള എസ് മാത്രമല്ലേ ഉള്ളൂ. ഹലോ, 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 കേൾക്കുന്നുണ്ടോ?